പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്ക ദിവസങ്ങളിലാണ്. വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം തിരുനാളിൻ്റെ വാർഷിക തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള 5ാമത്തെ നൊവേന ദിവസമാണ്. ഇന്നും നമ്മൾ ചിന്തിക്കുന്നത് മറിയം കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നവളാണ്, ദമ്പതികളെ സ്നേഹത്തിലും ഐക്യത്തിലും നിലനിർത്തുന്നവളാണ് മറിയം എന്ന ചിന്തയാണ് നമ്മളിന്ന് സ്വീകരിക്കുക. മറിയത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വളരെ വലുതാണ്. മറിയം ആയിരുന്ന കുടുംബത്തോട്, തിരുക്കുടുംബത്തോടുള്ള, നമുക്കതുകൊണ്ട് പ്രത്യേകം മാതാവിൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 56-ാമത്തെ വാക്യം. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഇത് കുടുംബത്തോടുള്ള കമ്മിറ്റ്മെൻ്റാണത്. എവിടെയെങ്കിലുമൊക്കെ നടന്ന് അങ്ങനെ ഒരു പോക്ക് പോയ പോലെ അങ്ങനെ പോകാതെ കുടുംബത്തിലേക്ക് വരിക. 1-ാം വായനയിലും പറയുന്നൊരു കാര്യമാണ് കുടുംബത്തിലേക്ക് വരിക. കുടുംബത്തിലേക്ക് എന്തിനാണ് വരേണ്ടത്? പരസ്പരം പങ്ക് വയ്ക്കാനും ഒരുമിച്ചിരിക്കാനും പ്രാർത്ഥിക്കാനും. ചില ആളുകൾ പ്രാർത്ഥനയ്ക്ക് കുടുംബത്തിലെത്തിയല്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിലെത്തൂ. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് നവീകരിക്കാം. മാതാവിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ഈ 5-ാം ദിവസം കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അനുദിനം നമുക്കത് നവീകരിക്കാം. വിവാഹ ഉടമ്പടി എടുത്തവരല്ലേ, അത് എപ്പോഴോ എടുത്ത് മറന്നുപോയിട്ടുണ്ടാകാം എന്താണെന്ന് പറഞ്ഞതെന്ന്. അത് അനുനിമിഷം ഓർക്കട്ടെ. മാതാവിനോട് പ്രാർത്ഥിക്കുക, അമ്മ കമ്മിറ്റഡായിട്ട് ആ വിവാഹ ജീവിതത്തിൽ നിലനിന്ന പോലെ ഞങ്ങൾക്കും കുടുംബ ബന്ധത്തിൽ നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണത്തിൽ സന്തോഷിക്കുന്ന അങ്ങേ വിശ്വാസികൾ ഈ അമ്മയുടെ വാത്സല്യപൂർവകമായ മാധ്യസ്ഥത്താൽ ഭൂമിയിലെ സകല തിന്മകളിൽ നിന്ന് മോചിതരാകാനും സ്വർഗത്തിൽ നിത്യാന്തത്തിലേക്ക് എത്തിച്ചേരുന്നതിനും അർഹരാകുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 41 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങളെല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനേ വളരുന്നവ കൊയ്യുകയോ മുറിയാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും.
കർത്താവേ, കർത്താവേ, എൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ സാധാരണ ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയ അർത്ഥങ്ങളാണ്. നല്ല സൗഹൃദമാണ്, ഞങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് തമ്മിലെല്ലാം അറിയാം, ഞങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങൾ തമ്മിൽ. മോഡേൺ വാക്കുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാണ്, നല്ല സിങ്കാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ നല്ല മാച്ചായിട്ടുള്ള ഇതാണ് കുടുംബജീവിതം. യഥാർത്ഥത്തിൽ കുടുംബജീവിതം ഏത് ബന്ധം എടുത്താലും, സുഹൃത്ത് ബന്ധം എടുത്താലും കുടുംബ ബന്ധം എടുത്താലും, അപ്പോൾ വിവാഹ ജീവിതത്തിൽ വിവാഹ ഉടമ്പടി എടുത്ത് രണ്ടുപേർ തമ്മിലുള്ള ആ ബന്ധം അത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് ആരംഭിക്കുന്നത്. ഉടമ്പടി എന്നുള്ള വാക്ക് ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ധ്യാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി എന്ന് പറഞ്ഞു. പക്ഷേ വിവാഹ ഉടമ്പടി അതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? മാമോദീസയിലെ മാതാപിതാക്കളും ജ്ഞാനസ്നാന പിതാക്കളും ആ കൊച്ചിന് വേണ്ടി എടുത്ത ഉടമ്പടി ഓർമ്മയുണ്ടോ? ആദ്യ കുമ്പസാരത്തിന് ഇനി കൂടെ കുമ്പസാരിച്ചോളാമെന്ന് കർത്താവിന് വാക്ക് കൊടുത്ത് ഉടമ്പടി എടുത്തതിന് ഓർമ്മയുണ്ടോ? ആദ്യ കുർബാന സ്വീകരണം മണവാട്ടിമാരെ പോലെ മണവാളന്മാരെ പോലെ വന്ന് നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് വന്നിട്ട് ഉടമ്പടി എടുത്തത് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഉടമ്പടി ലംഘിച്ചിപ്പോഴ് സ്കാഫൊന്നും ഇടാതെ കുർബാന സ്വീകരിക്കാൻ വരുന്നത്, ട്രൗസർ ഇട്ട് കുമ്പസാരിക്കാൻ വരുന്നത്, ട്രൗസർ കൊടുത്ത് കുമ്പസാരിക്കാൻ വരുന്നത്, കുർബാനയ്ക്ക് വരുന്നത്, ആദ്യ കുമ്പസാരത്തിന് ആദ്യ കുർബാന സ്വീകരണത്തിനും മണവാട്ടിമാരെ പോലെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് വന്നിട്ട് ഉടമ്പടി പോകുന്ന കണ്ടോ? ഇനി സ്ഥൈര്യലേപനം, നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശ. എന്നിട്ട് എത്ര തിന്മകളിലൂടെ കടന്നുപോയി. എനിക്ക് പരിശുദ്ധാത്മാവിനെത്താ, ഞാൻ നന്നായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ് സഭയെ, ആ പള്ളിയെ, അത് തന്ന മെത്രാന് കബളിപ്പിച്ചോ? ഇനി വിവാഹ ഉടമ്പടി, ആപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാമെന്ന് പറഞ്ഞിട്ട് എത്ര വിവാഹേതര ബന്ധങ്ങൾ നൈസായിട്ട് ഫോണൊക്കെ വഴി, എത്ര നൈസായിട്ട് ആരും അറിയാതെ
എത്ര ബന്ധങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നു. വിവാഹ ഉടമ്പടി. അപ്പോൾ വിവാഹ ഉടമ്പടി, ഇങ്ങനെയുള്ള കൗതാശികമായ ഉടമ്പടിയെക്കുറിച്ച് ബോധമില്ലാതെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ കേന്ദ്രം പറയുന്ന ഉടമ്പടി മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒപ്പിട്ടിട്ട് അയ്യോ അത് ഞാൻ തെറ്റിച്ചു എന്ന് പറയുന്നതല്ല കർത്താവിനോട് ചെയ്ത ഉടമ്പടി. അതിനെക്കുറിച്ച് ധ്യാനിക്കാം. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാതെ പുതിയ 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 താൽക്കാലിക ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. താൽക്കാലിക ഉടമ്പടികൾ, ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി, അതെപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ഇങ്ങനെ ഉടമ്പടി, വിവാഹ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ തടസ്സമായിട്ട് വരാം. ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. വിവാഹമോചനങ്ങളൊക്കെ നടക്കാറുണ്ട്. പള്ളി അറിഞ്ഞും നിയമപരമായിട്ടും സിവിൽ നിയമം അനുസരിച്ചൊക്കെ വിവാഹ മോചനം നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പള്ളി അറിഞ്ഞ് സഭാ കോടതി വഴി വിവാഹമോചനം നടത്തുമ്പോഴും അത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന കൽപ്പന ലംഘിക്കുകയല്ല അവിടെ. കാരണം ഈ വിവാഹം നടന്നപ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചു, ചില കാര്യങ്ങൾ നുണ പറഞ്ഞു. അത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വിളിച്ചു വലിയപ്പോഴും മനസ്സിലായിട്ടില്ല. നുണ പറഞ്ഞു, കല്യാണം നടത്തി. അപ്പോൾ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് സാധുവായ ഘടകങ്ങളില്ലാതെയാണ് ഈ വിവാഹം നടന്നത്. അതുകൊണ്ട് അസാധുവായിട്ട് പ്രഖ്യാപിക്കും. അതാണ് വിവാഹമോചനം, അല്ലാണ്ട് മനുഷ്യൻ വേർപെടുത്തുന്നതല്ല. അപ്പം വിവാഹ ഉടമ്പടിയിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസാരിക്കണം. കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കണം. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. കാര്യങ്ങൾ വ്യക്തമായി അറിയണം. ഒരു മദ്യപാനിയെ പിടിച്ച് കല്യാണം നടത്തുന്ന രീതി ചിലപ്പോൾ ഉണ്ട്. അവൻ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ മദ്യപാനമൊക്കെ മാറും എന്നൊരു കറക്കിക്കുത്ത് പ്രയോഗം നടത്തി പലരെയും കല്യാണം നടത്തി എന്നിട്ട് പെട്ടുപോയ കുടുംബങ്ങളുണ്ട്. കാനൻ നിയമം അനുസരിച്ച് ഒരാൾക്ക് ബുദ്ധി കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ അയാൾ കല്യാണ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുണ്ട്. ഒരു സ്ത്രീക്ക് ഗർഭപാത്രമില്ല എങ്കിൽ, ഒരാണിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ശാരീരികമായ കഴിവില്ലെങ്കിൽ അയാൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കാരണം കുടുംബജീവിതം എന്തിനാ? കുടുംബജീവിതം പരസ്പര സ്നേഹ സമർപ്പണം നടത്തുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിവാഹേതര ബന്ധങ്ങളിൽ പരസ്പര സ്നേഹ സമർപ്പണമില്ല. അവിടെ ഒരു കൊച്ചുണ്ടാകണമെന്ന് ആഗ്രഹവുമില്ല. അതുകൊണ്ട് അത് തെറ്റാ. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പുള്ള പാപവും തെറ്റാ. വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധവും തെറ്റാണ്. വിവാഹത്തിന് ശേഷമുള്ള വിവാഹേതര ബന്ധങ്ങളും തെറ്റാണ്. അതാണ്. അപ്പം ഉടമ്പടിയിൽ തടസ്സങ്ങൾ വരും. അതാണ് ഒരു സ്ത്രീ കല്യാണം കഴിച്ച് ആദ്യ രാത്രി തന്നെ മനസ്സിലായി മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന്. അവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. അവർ ഇങ്ങനെ വിചാരിച്ചു, വളരെ പോസിറ്റീവായിട്ട് വിചാരിച്ചു, ഞാനില്ലെങ്കിൽ അയാൾക്കിനി ആരുമില്ല ഈ ലോകത്ത്. അങ്ങനെ അവർ സഹിച്ചു. ദാമ്പത്യ ബന്ധമൊന്നും അവർക്ക് സുന്ദരമായിട്ട് ജീവിക്കാനൊന്നും സാധിച്ചില്ല. പക്ഷെ ദൈവം അവർക്കൊരു നല്ലൊരു മകനെ കൊടുത്തു. ആ മകൻ ഇന്ന് വിദേശത്താണ്. അമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പനിപ്പോഴും മാനസിക ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ ഗർഭപാത്രമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾക്ക് കുട്ടികളെ വേണ്ട. അങ്ങനെ പരസ്പര സമ്മതത്തോടെ വേണമെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാം. പക്ഷേ കബളിപ്പിക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, മറച്ചു വെച്ച് കല്യാണം നടത്താൻ പാടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ടെത്തുന്നതിൽ എന്താ തെറ്റ്? പ്രണയിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ദൈവം നൈസർഗികമായി ഒരുവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ. ഒരു പെണ്ണിന് ആണിനോട്, ആണിന് ഒരു പെണ്ണിനോട് ആകർഷണമുണ്ടാകുക. അങ്ങനെ പലരോടും ആകർഷണം ഉണ്ടാകാം. പക്ഷേ ഒരു വ്യക്തിയിൽ അത് കേന്ദ്രീകരിക്കുമ്പോൾ അത് പ്രണയമായി മാറുന്നു. ഒരു വ്യക്തിയിൽ അത് തെറ്റാണോ? അത് ദൈവം തന്നതല്ലേ? ഈ അട്രാക്ഷൻ ദൈവം തന്നതാണ്, അത് തെറ്റല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു കല്യാണമൊക്കെ കിട്ടാൻ പാടാണ്. അപ്പം കണ്ടുപിടിക്കുന്നതല്ല. പക്ഷെ കണ്ടുപിടിക്കുമ്പോൾ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഒന്ന്, പ്രായം. സിവിൽ നിയമം അനുസരിച്ച് എന്ത് പ്രായമാണ് പറയുന്നത്? ഒരു പ്രായം ഇല്ലേ? പെണ്ണ് ചെറുതായിരിക്കണ്ടേ? പെണ്ണ് 2-3 വയസ്സെങ്കിലും ഇളയതായിരിക്കണം. ഇനി ശരീരപ്രകൃതി, അതിൻ്റെ ഒരു കാര്യമാണ്. ശരീരപ്രകൃതി, രണ്ടുപേരും തമ്മിലൊരു മാച്ച് ഉണ്ടാകും. ചില ദമ്പതികളെ കണ്ടു കഴിഞ്ഞാൽ സഹോദരനായിട്ട് തോന്നും. അതുപോലെ ഭയങ്കര സിംഗാവരം. ഇനിയും മതപരമായ കാര്യം. ഇപ്പോൾ പുതിയ ന്യൂജ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ രീതി അതല്ല.
കത്തോലിക്ക സഭയുടെ രീതി അതല്ല. കത്തോലിക്ക സഭയുടെ രീതി അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ തിരഞ്ഞെടുക്കണം. അതാണ് വിവാഹങ്ങൾ മാന്യമായി നടക്കട്ടെ. അങ്ങനെ ഒരു വചനമുണ്ട് ബൈബിളിൽ, വിവാഹങ്ങൾ മാന്യമായി നടക്കട്ടെ. ഇനി വിദ്യാഭ്യാസ യോഗ്യത അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ കുത്തുവാക്കായിരിക്കും. ഒരാൾക്ക് വിദ്യാഭ്യാസം കുറവായിട്ടുള്ള ആളാണെങ്കിൽ പഴിചാരിക്കൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ. ഇനി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ അറിവും സമ്മതവും. അവരാണ് ലോകത്തിൽ ഒരു അപ്പൻ ഒരു മകൻ്റെയോ മകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ആഗ്രഹിക്കുന്നവർ. നാട്ടുകാരും ആഗ്രഹിക്കില്ല. അപ്പോൾ അവരുടെ അറിവും സമ്മതവും വേണം. ഈ ഒരു 5-6 കാര്യങ്ങൾ അത് പൂർത്തിയാക്കാൻ പറ്റുന്ന പ്രണയങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് നല്ലതാണ്. അപ്പോൾ അതാണ് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഈ ഉടമ്പടിയിൽ എപ്പോഴും ചില കണ്ടീഷൻസൊക്കെ ഉണ്ടാകും. നിയമാവലി ഇല്ലേ, ഏതെങ്കിലും സംഘടന തുടങ്ങിയാൽ പോലും നിയമാവലി ഉണ്ട്. നിയമങ്ങൾ പാലിക്കണം. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഇതാണ് അബ്രഹാത്തോട് ദൈവം പറഞ്ഞത്. ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ദേശം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കാണിച്ചു തരും, അങ്ങോട്ട് പോവുക. അപ്പോൾ ബന്ധുക്കളെയും പിതൃഭവനത്തെയൊക്കെ വിടണം. അബ്രഹാം എന്ത് ചെയ്തു? ഇത് ദൂരെ പോകാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി യാത്ര പുറപ്പെട്ടു, പക്ഷേ ശ്രദ്ധിച്ചില്ല. ദൈവം എന്താ പറഞ്ഞെന്ന് ശ്രദ്ധിച്ചില്ല. അബ്രഹാം ലോത്തിനെയും തൻ്റെ ഭാര്യയും കൂടെ കൂട്ടി. അതാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോയാൽ കെണിയപ്പെടും. അങ്ങനെ പോയി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഫറവോയുടെ സ്ഥലത്തെത്തി, ഈജിപ്തിലെത്തി. അപ്പം ഫറവോ ഇങ്ങനെ പെണ്ണുങ്ങളെ കണ്ടാൽ താല്പര്യമുള്ള ആളാണ്. അപ്പം ഫറവോ തൻ്റെ ഭാര്യയെ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു. സാറ നീ എൻ്റെ സഹോദരിയാണ്, ഭാര്യയാണെന്ന് പറയണ്ട, അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഫറവോ അതറിയുന്നില്ലല്ലോ, ഫറവോ ഭാര്യയെപ്പോലെ സ്വീകരിച്ചു. അപ്പോഴാണ് ആ ദേശത്ത് അത് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരാണ്, ഒരു മഹാമാരി ഉണ്ടായി. അങ്ങനെയാണ് അത് ഫറവോ അതിൽ നിന്ന് പിൻവലിയുന്നത്. ഇതുപോലൊരു സംഭവം പിന്നീടും 20-ാം അധ്യായത്തിലും വരുന്നുണ്ട്. അബ്രഹാം അവിടെ നിന്ന് നെഗേബ് ദേശത്തേക്ക് തിരിച്ചു. കാദേശിനും ഷൂറിനും ഇടയ്ക്കും അവൻ വാസമർപ്പിച്ചു. അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു. തൻ്റെ ഭാര്യ സാറയെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണത്രേ എന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. അതായത് അബിമേലെക്കിനോടും പറഞ്ഞു എൻ്റെ സഹോദരിയാണ്. നമ്മളിങ്ങനെ താൻ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചാറ്റിങ്ങിലൊക്കെ താൻ കല്യാണം കഴിച്ചതാണോ, താൻ ഭയങ്കര സുന്ദരനായിട്ടുണ്ട്, തൻ്റെ സംസാരമൊക്കെ കൊള്ളാം, താൻ കല്യാണം കഴിച്ചതാണോ? ഞാൻ കല്യാണം കഴിച്ചാണല്ലോ. അപ്പോൾ അവൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നാണല്ലോ വിചാരിക്കുന്നത്. ഇരിക്കട്ടെ, ഒരു കണക്ഷൻ ഇരിക്കട്ടെ എന്നൊരു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയും. ചാറ്റിങ്ങിലൊക്കെ പറയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഈ അബ്രഹാം ഇത് പറഞ്ഞത് സഹോദരിയാണെന്ന് പറഞ്ഞത് ഭാര്യയാണെന്ന് പറയണ്ടേ? ഇതെൻ്റെ ഭാര്യയാണ്, എനിക്ക് ദൈവം തന്നതാണ് എന്ന് ഭാര്യയാണെന്ന് പറയാതെ സഹോദരിയാണെന്ന് പറഞ്ഞു. അത് കെണിയായി. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ, അത് ദൈവഹിതവാ. സാറായുടെ വിശുദ്ധിയെ ദൈവം കാത്തുപരിപാലിച്ചു. അത് ഒരു തലമുറയെ കർത്താവ് ഇസഹാക്കിലൂടെ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം സാറ മലിനപ്പെടാൻ ദൈവം ഇടവരുത്തിയില്ല. നമ്മൾ നൈസായിട്ട് സഹോദരിയാണെന്നൊക്കെ പറഞ്ഞ തന്ത്രത്തിൽ എത്ര പാപം ചെയ്തു. വിവാഹ ഉടമ്പടി വെറുതെ കാറ്റിൽ പറത്തിക്കളഞ്ഞില്ലേ വിവാഹ ഉടമ്പടി. അതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി കണ്ടീഷൻസ് നമ്മൾ പാലിക്കണം. കണ്ടീഷൻസ് പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം മുതൽ തന്നെ, ഉൽപ്പത്തി 2:24 തന്നെ പറയുന്ന കാര്യമാണ്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ഇനി 2 അല്ല, ഒരൊറ്റ ശരീരമാണ്. ഉൽപ്പത്തി 2:24 പറയുന്ന കാര്യമാണ്. ഉൽപ്പത്തി മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. വിവാഹ ഉടമ്പടി എന്താണ് വിവാഹം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്യപ്പെടണം. ഒരു കാര്യം പോലും മറച്ചു വയ്ക്കാൻ പാടില്ല. ഒറ്റയാൻ കളിക്കാണെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണ്ട.
നിനക്ക് ദൈവ പൈതലെ, നിനക്ക് ഒറ്റയാൻ കളി കളിക്കണോ? നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് തോന്നുന്ന പോലെ നടക്കാൻ വേണ്ടിയിട്ടാണോ നീ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചത്? നിനക്ക് പരസ്പരം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം എല്ലാം അറിയണം, ഒരു മറയില്ലാതെ എല്ലാം അറിയണം. അതിനാണ് കുടുംബജീവിതം. നിനക്ക് ഒറ്റയാൻ കളിക്കാനാണെങ്കിൽ, നിനക്ക് തോന്നിയതുപോലെ നടക്കാനാണെങ്കിൽ നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്, ഈ ഉടമ്പടി എടുക്കരുത്. അതാണ്. അപ്പം അങ്ങനെ എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ട്. എഴുതപ്പെടാത്ത നിയമങ്ങൾ. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുരുഷന് പറഞ്ഞിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേട്ടൻ എവിടെ പോയി, എവിടെയോ പോയി, അറിയാൻ പാടില്ല. പറഞ്ഞിട്ട് പോകണ്ടേ? പറഞ്ഞിട്ട് പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി രാത്രി 12 മണിക്ക് ശേഷം വരരുത് എഴുതി വെച്ചിട്ടുണ്ടോ നിയമം? രാത്രി 10 മണിക്ക് വീട്ടിൽ കയറണം എഴുതി വെച്ചിട്ടുണ്ടോ? 10 മണിക്ക് വീട്ടിൽ കയറണമെന്ന് കുടുംബത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടില്ല. പക്ഷെ 10 മണിക്കുള്ളിൽ കയറണ്ടേ? അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു കൊടുക്കണ്ടേ? അത് മകനായാലും അപ്പനായാലും ആരായാലും വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ. അങ്ങനെ എഴുതപ്പെടാത്ത നിയമങ്ങൾ കൂടിയുണ്ട്. ഒരു മദ്യപിക്കുന്നയാള് അങ്ങനെ മദ്യപിച്ച് നടക്കുക. വീട്ടിലാണെങ്കിലോ ആളുകളെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി, ഭക്ഷണമൊക്കെ പാചകം ചെയ്ത്, വസ്ത്രമൊക്കെ കഴുകി, അയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത്, അയാൾ കഴിച്ച ഭക്ഷണപാത്രം കഴുകിക്കൊടുത്ത്, പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട് അനുഗ്രഹമാക്കി വെക്കുമ്പോൾ, ആ സമയത്ത് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 6-ാം പ്രമാണം ലംഘിക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ടു യുവർ ഫാമിലി? നിന്റെ കുടുംബത്തോട് നിന്റെ സംഭാവന എന്താ? പ്രാർത്ഥിച്ച് അനുഗ്രഹമാക്കിയ വീട്ടിൽ മദ്യപിച്ച അവസ്ഥയിൽ കയറി വന്നാലോ നിന്റെ കോൺട്രിബ്യൂഷൻ അതാണോ കുടുംബത്തോട്? ഇനി പ്രാർത്ഥിച്ച് അനുഗ്രഹമാക്കുന്ന വീട്ടിൽ നീ ഇരുന്ന് മദ്യപിക്കുകയാണെങ്കിൽ അതാണോ നിന്റെ കോൺട്രിബ്യൂഷൻ? വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു യുവർ ഫാമിലി? നമ്മൾ ധ്യാനിക്കണം. ഇത് ഉടമ്പടി, ഇത് എഴുതപ്പെടാത്ത നിയമമാണ്. ഇത് എഴുതി വെച്ചിട്ടില്ല. നമുക്കെന്തുവാകാം. ഒരു വീട്ടിലൊരു സ്ത്രീ 2 ദിവസം ഞാൻ പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, വിടില്ലല്ലോ, പുറത്തേക്ക് വിടുവോ? അപ്പം ആണുങ്ങൾക്ക് എന്തുവാകാം. അതാണ് നമ്മൾ വിവാഹ ഉടമ്പടി എന്ന് പറയുമ്പോൾ. ചില സ്ത്രീകളുണ്ട്, അവരും അങ്ങനെ തന്നെയാണ്, ഒന്നും പറയാതെ എവിടെയൊക്കെ നടന്നിട്ട് വരും. കല്യാണം കഴിക്കാത്ത മക്കൾ അമ്മയെ മാതാപിതാക്കളൊക്കെ ധിക്കരിച്ച് എവിടെയെങ്കിലൊക്കെ നടന്നിട്ട് വരും. ഇത് കുടുംബത്തിന് ചേരാത്ത കാര്യമാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. ഒരു പ്രീസ്റ്റിന്, എൻ്റെ കൂടെ ബലിയർപ്പിക്കുന്ന അച്ഛനൊരു സന്യാസ സഭയിൽപ്പെട്ട അച്ഛനാണ്. അച്ഛന് ആശ്രമശ്രേഷ്ഠന്മാരുണ്ട്. അച്ഛനാണ് ശ്രേഷ്ഠനെന്ന് തോന്നുന്നു, ആശ്രമശ്രേഷ്ഠൻ. ഇനി ഞാനൊരു രൂപതാ വൈദികനാണ്. എന്നെ നിയന്ത്രിക്കുന്നതിൻ്റെ ബിഷപ്പാണ്. അപ്പം കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ നിയന്ത്രിക്കണ്ടേ? അപ്പം കുടുംബജീവിതത്തിൽ 2 പേർക്കും തുല്യസ്ഥാനമാണ്. ഭർത്താവിനും തുല്യസ്ഥാനമാണ്, ഭാര്യയ്ക്ക് തുല്യസ്ഥാനമാണ്. അവിടെ ആരാ നിയന്ത്രിക്കാനുള്ളത്? 2 പേരെയും നിയന്ത്രിക്കണം. ഇത് ഇങ്ങനെ ഒരു നിയമത്തിലൂടെ കടന്നു പോകണം. നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ആളുകൾ അടിമ വെക്കണം എന്നും പറഞ്ഞിങ്ങനെ വരിക. അടിമ വെക്കണം, എവിടെയാണ് അടിമ വെക്കുന്നത്? അടിമ വെക്കണമെന്നും പറഞ്ഞിങ്ങനെ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ അടിമ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ കൊച്ചിനെ കർത്താവിന് പ്രതിഷ്ഠിക്കുകയാണ്. അത് മാമോദീസയിലൂടെ പ്രതിഷ്ഠിച്ചതല്ലേ? അത് കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ പ്രതിഷ്ഠിച്ചതല്ലേ? കൈക്കുഞ്ഞുങ്ങളാകുമ്പോൾ മാമോദീസയിലൂടെ പ്രതിഷ്ഠിച്ചതാണ്. ഇനി ഒരച്ഛൻ്റെ അടുക്കൽ 1 സെക്കൻഡ് മാത്രം ചെയ്യുന്ന അടിമയാണോ? ആ സമർപ്പണമാണോ? 1 സെക്കൻഡ് മാത്രമുള്ള സമർപ്പണമോ? അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടോ? മറിയം കർത്താവിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അത് പേടിച്ചിട്ട് ഭയന്നിട്ട് അങ്ങനെ പറഞ്ഞതല്ല. അത് സ്വാതന്ത്ര്യമാണ്. ഞാൻ അനുസരിച്ചോളാം കർത്താവേ. കുടുംബജീവിതത്തിലെ സമർപ്പണം, ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞത് അടിമയായിട്ട് ജീവിക്കാമെന്നാണോ? അല്ല, അത് പരസ്പരം ഒരുമിച്ച് പങ്കുവെച്ച് ജീവിക്കാമെന്നാണ്. അപ്പോൾ ഇതൊരു സ്വാതന്ത്ര്യത്തോടെ എടുത്ത കാര്യമാണ്. കർത്താവിന് മുമ്പിൽ അടിമ സമർപ്പണം അത് സ്വാതന്ത്ര്യത്തോടെ എടുത്ത കാര്യമാണ്. കർത്താവിൻ്റെ മുമ്പിൽ നിന്നോളാം, കർത്താവെ അങ്ങയുടെ കീഴിൽ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞത് കർത്താവിന് മുമ്പിൽ സമർപ്പണമാണ്. മത്തായിയുടെ സുവിശേഷം അത് യൗസേപ്പ് പിതാവ് തൻ്റെ ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വചനം, അവൾ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി കാണപ്പെട്ടു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ, കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹ നിശ്ചയം മാത്രം നടന്നിട്ടുള്ളൂ. എന്നിട്ട് ദൈവദൂതൻ ഇടപെട്ട് യൗസേപ്പ് പിതാവ് അത് പാലിച്ചു. അത് 24-ാമത്തെ വാക്യത്തുമ്പോൾ അവൻ നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. വിവാഹ നിശ്ചയം പോലും തെറ്റിക്കാതിരുന്ന യൗസേപ്പ് പിതാവ്, നമ്മൾ വിവാഹ നിശ്ചയം പോയിട്ട് വിവാഹ ഉടമ്പടി എല്ലാം ലംഘിച്ച് ഇങ്ങനെ നടക്കുക.
ഒന്ന് ചിന്തിച്ചു നോക്കാം. ചിലപ്പോൾ ഡയറക്റ്റ് ഒരു ബന്ധം ഉണ്ടാകില്ല, പക്ഷെ മനസ്സിലെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലെങ്കിലും. അപ്പം സമർപ്പണം യഥാർത്ഥത്തിൽ നമ്മൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണം. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് ജയസൂര്യയുടെ 2011 ഇറങ്ങിയ സിനിമയാണ്. അതിൽ ജയസൂര്യ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു രോഗിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഡോക്ടർ കഥാപാത്രം നാട്ടിലാണ് ജീവിക്കുന്നത്, നാട്ടിൽ കുടുംബമൊക്കെ ഉണ്ട്. പക്ഷെ അമേരിക്കയിൽ ഒരു കണക്ഷനുണ്ട്, വർഷത്തിലൊരിക്കൽ അവിടെ പോവും. അപ്പോൾ ആ കഥാപാത്രം പറയുന്ന ഡയലോഗ് എന്താണെന്ന് അറിയാമോ? മാരേജ് ഈസ് എ ലൈസൻസ് ടു ഹാവ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അതായത് കുടുംബ ജീവിതം അതൊരു ലൈസൻസാണ് വിവാഹേതര ബന്ധങ്ങൾക്കുള്ള. അങ്ങനെയാണോ? കത്തോലിക്ക നിയമപ്രകാരം, കത്തോലിക്ക വിശ്വാസപ്രകാരം വിവാഹ ജീവിതം മറ്റിടപാടുകൾക്കുള്ള ലൈസൻസ് ആണോ? അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ജീവിക്കണം. ഇന്നത്തെ 1-ാം വായനയിലെ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യത്തിൽ കുടുംബങ്ങളിലേക്ക് ഓരോരുത്തരും മടങ്ങട്ടെ. ഈശോ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ താൻ ജനിച്ചു വളർന്ന നസറത്തിലേക്ക് വന്നു. എന്നിട്ട് ഈശോ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഒരു നയപ്രഖ്യാപനം നടത്തി. എന്നിട്ട് പറഞ്ഞു, ഈ തിരുവെഴുത്ത് ഇപ്പോൾ നിറവേറിയിരിക്കുന്നു. അതുപോലെ തന്നെയല്ലേ ഉടമ്പടി, വിവാഹ ഉടമ്പടി കർത്താവിന് മുമ്പിൽ, സഭയുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ എടുത്തതാണ്. സമൂഹവും സഭയും ഏൽപ്പിച്ച ദൗത്യമാണ്. അതുകൊണ്ട് ആഘോഷമായിട്ട് കല്യാണം നടത്തുമ്പോൾ ഓർത്തോ, സമൂഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ വിവാഹത്തിന് പുറമെയുള്ള ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ടായാൽ സമൂഹത്തിന് അവകാശമുണ്ട് നിങ്ങളെ പൊക്കാൻ, നിങ്ങളെ പിടിക്കാൻ അവകാശമുണ്ട്. കാരണം വിവാഹം പബ്ലിക്കായിട്ട് നടത്തിയത് വഴി സമൂഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, സഭ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അത് പാലിക്കാൻ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ടാണ് ഈ മറിയം പിന്നെ വീട്ടിലേക്ക് മടങ്ങി എന്നൊക്കെ ധ്യാനിക്കുന്നത്. ഈശോയെ കാണാതായ സംഭവത്തിന് ശേഷം ഈശോ പിന്നെയും അവർക്ക് വിധേയനായിട്ട് ജീവിച്ചത്. കുടുംബത്തിൽ വിധേയത്വം, കുടുംബത്തിലേക്ക് മടങ്ങുക. ചില ശുശ്രൂഷകരൊക്കെ ശുശ്രൂഷ ജീവൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ എന്നും പറഞ്ഞ് നടക്കും, വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോലും കയറില്ല. അതാണോ കുടുംബജീവിതം? പ്രാർത്ഥിക്കാൻ വീട്ടിൽ വരണം, കുടുംബത്തോട് ഒത്തിരിക്കാൻ, ഭക്ഷിക്കാൻ സമയം കണ്ടെത്തണം. നമുക്കതൊക്കെ സാധിക്കട്ടെ, നമുക്ക് അത് കൂടുതൽ അനുഗ്രഹമായിട്ട് മാറട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥ്യം നമുക്ക് ഈ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അത് ഉണ്ടാകട്ടെ. തളരാതെ മുന്നോട്ട് പോകാൻ, ഈ ഉടമ്പടിയൊന്നും ലംഘിക്കാതെ. ഈശോ പറഞ്ഞിട്ടില്ലേ, ലൂക്കാ 9-23 വാക്യം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം. ഞാൻ വിചാരിച്ച ഭാര്യയല്ല, ഞാൻ വിചാരിച്ച ഭർത്താവേ അല്ല, പക്ഷെ അതാണ് കുരിശ്, അതാണ് സഹനം. ആ കുരിശ് അവിടെ വെച്ചിട്ട് മറ്റ് കാര്യങ്ങളിലൂടെ സുഖമായിട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ പോയാൽ അത് കർത്താവിനെ അനുഗമിക്കലല്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കുരിശുകളും സഹനങ്ങളും ഏറ്റെടുത്ത് വിവാഹ ഉടമ്പടി അവസാനം വരെ ലംഘിക്കാതെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതിന് മാതാവ് സഹായിക്കട്ടെ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, നീ വരേണേ ജീവനായി ജീവനേകും ഭോജ്യമായി പിരിയാതെയൻ നാഥനെ ഉള്ളിൽ വാഴണമേ. പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി സഹായിക്കട്ടെ. ആമേൻ. കാഴ്ചയേക ദൈവമേ ജീവിതം ബലിയായി, എന്നെയും നിൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയതാളമതേകിടാം, ഹൃദയപൂർവം
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിൻ്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന അംഗവിശ്വാസികളുടെ പ്രാർത്ഥനകളും കാഴ്ചദ്രവ്യങ്ങളും തൃക്കൺ പാർക്കണമേ. അങ്ങനെ ഇവ അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കുകയും ഞങ്ങളിൽ അവ പാപമോചനം സഹായവും ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ
പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിറയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും ഗൃഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും
നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ കൂദാശയാൽ നവീകൃതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മരണ ആദരപൂർവ്വം ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം നിത്യമായി അനുഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ
പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.